യേശു ജീവിച്ചിരിക്കുന്നവരുടെ കർത്താവാ, യേശു മരിച്ചവരുടെ കർത്താവാ. ആട്ടെ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. യേശു ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും കർത്താവാണെന്ന് പറയാൻ എന്തുവാ ഇത്ര യോഗ്യത? എന്നാ ഇത്ര യോഗ്യത? അതാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നത്. For this reason the Messiah died and returned to life. അതൊക്കെ ശ്രദ്ധിച്ചോ. For this reason. For this reason. ഏത് റീസൺ? ഏത് റീസൺ? ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും കർത്താവാകാൻ. For this reason the Messiah died and returned to life. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. യേശു ജീവിച്ചിരിക്കുന്നവരുടെ കർത്താവാണെന്ന് പറയാൻ എങ്ങനെ പറ്റും പാസ്റ്ററെ? യേശു മരിച്ചവരുടെ കർത്താവാണെന്ന് പറയാൻ എങ്ങനെ പറ്റും? എന്താണ് അവന്റെ യോഗ്യത? ഒരൊറ്റ യോഗ്യതയാണ് ബൈബിൾ പറയുന്നത്. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു.